ഹായ് സ്റ്റോക്കീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ദീപാവലി സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ വീട്ടിലെ ആദ്യത്തെ ദീപാവലി ആഘോഷമാണ്. അപ്പൊ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ വൈകിട്ടാവുമ്പോ ഈ ദീപമൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷമുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് അതൊക്കെ കണ്ടാലോ, പക്ഷെ ഭയങ്കര മഴയാണ് കേട്ടോ. വൈകിട്ട് ഒരു 5 മണിക്ക് തുടങ്ങിയ മഴയും ഇടിവെട്ടലൊക്കെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണുണ്ടാവുമായിരിക്കും. അങ്ങനെ അതൊക്കെയാണ് അന്നൊക്കെ ആഘോഷമൊക്കെ കാണാം. വൈ അമ്മ അപ്പം നമുക്ക് ദീപം കത്തിക്കാനായിട്ട് എല്ലാ ചരാതുകൾക്കും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുവാട്ടാ. വൈകിട്ട് തൊട്ടാണെങ്കിൽ പുറത്ത് നല്ല ഇടിവെട്ടും അതുപോലെ തന്നെ മഴയുമാണ്. നമ്മൾ ഈ ദീപാവലി എന്താണേലും ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സിറ്റ് ഔട്ടിൽ മാത്രമേ ഞങ്ങൾ ദീപം കത്തിക്കണുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ മതിലൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഈ ദീപാവലിക്ക് വിളക്ക് കത്തിക്കാൻ നമുക്ക് കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് നടന്നില്ല. ഈ മഴ നമ്മളെ ചതിച്ച് കളഞ്ഞു ഗൈസ്. അമ്മ അപ്പം തിരിയിട്ട് വെച്ച ദീപങ്ങളൊക്കെ ഞാൻ എന്തായി അറേഞ്ച് ചെയ്യുവാട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് കത്തിക്കുള്ളൂ. പിന്നെ എൻ്റെ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അമ്മ കത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അമ്മ തന്നെയാണ് മൊത്തത്തിൽ കത്തിച്ചത്. വേറെ ആരും അപ്പോൾ വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കലായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് മഴയൊക്കെ ആയതുകൊണ്ട് കുടയും ചൂടി നിന്നാം വീഡിയോ എടുക്കൽ. ദീപങ്ങളൊക്കെ ഏകദേശം അമ്മ കത്തിച്ച് കഴിയാറായപ്പോഴത്തേക്കും ഞാൻ വിളക്കും കൂടി മൊത്തത്തിൽ തിരിയിട്ട് കത്തിക്കുവാണ്. ഇന്ന് ദീപാവലിയൊക്കെ അല്ലേ, അപ്പം മൊത്തത്തിൽ തിരിയിട്ട് കത്തിക്കാമെന്ന് ഓർത്തു. എന്നിട്ട് നമ്മളിതേ വിളക്കും കൂടി പുറത്തേക്ക് വെച്ചിട്ടാ. അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ദീപം വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല കാറ്റും ഉണ്ട്, അതുകൊണ്ട് എപ്പോൾ വേണേലും കെട്ടുപോണ രീതിക്കാണ് ഇരിക്കുന്നതും. ദീപം കത്തികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എത്തിയിട്ടാ. അച്ഛനാണെങ്കിൽ ദീപാവലി ആഘോഷത്തിനുള്ള പടക്കമൊക്കെ ആയിട്ടാണ് വന്നത്. പടക്കം കാണിച്ചേ. പടക്കം എന്താ കഴുത്തേലെന്താ? കഴുത്തേലാ ഇത്രയും പടക്കോ? പിന്നെ എന്തായാലും അച്ഛൻ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് പിന്നെ അച്ഛനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ട് അങ്ങോട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് നമ്മുടെ കസിൻ വന്നപ്പോഴത്തേക്കും സ്വീറ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. എന്നാൽ പിന്നെ അത് അൺബോക്സിങ്ങിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇരുന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു മൈസൂർ പാക്ക് എടുത്ത് കഴിച്ചത്. ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ചാച്ചനും അച്ചമ്മക്കും നമ്മുടെ സ്വീറ്റ്സ് കൊടുത്തിട്ടാ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും വന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി ഇരുന്ന് അതൊക്കെ ഓരോന്നിരുന്ന് ടേസ്റ്റ് ചെയ്യലായി. അമ്മയാണെങ്കിൽ മോളിൽ ദീപം കത്തിച്ച് ക്ഷീണിച്ച് കിടപ്പായതുകൊണ്ട് അമ്മക്ക് റൂമിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. ഈ ദീപാവലി വന്നാൽ പ്രത്യേകിച്ച് ഈ സ്വീറ്റ്സ് എല്ലാവരെയും കൊണ്ടും കഴിപ്പിക്കാനും അതൊക്കെ എനിക്ക് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ദീപം കത്തിക്കാനും. അങ്ങനെ ദീപമൊക്കെ കത്തിച്ച് സ്വീറ്റ്സും കഴിച്ച ശേഷം മഴ മാറാനുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് പടക്കം കത്തിക്കണമല്ലോ. പിന്നെ നമുക്ക് ഒരു 9 മണിയായിട്ടാ മഴ മാറാനായിട്ട്. അപ്പം തന്നെ പടക്കം പൊട്ടിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ പടക്കം പൊട്ടിക്കാനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നിട്ട് എല്ലാം. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിട്ടോ. കമ്പിത്തിരിയാണെങ്കിൽ കത്താൻ നല്ല സമയമെടുപ്പായിരുന്നു കേട്ടോ. അതേ രണ്ടുപേരും കൂടി അത് നോക്കി നിപ്പാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിട്ടോ പടക്കം കത്തിക്കാനായിട്ട്. പിന്നെ അതൊക്കെ നമ്മൾ അങ്ങനെ കത്തിക്കാൻ തുടങ്ങിയിട്ടാ. എല്ലാം അടിപൊളി ഐറ്റംസ് ആയിരുന്നേ. അപ്പം അതൊക്കെ കാണണ്ടേ, നമുക്ക് വായോ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ദീപാവലി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.